നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി മലയാളത്തിന്റെ യശസ്സുയർത്തിയ ആദാമിന്റെ മകൻ അബു എന്ന തന്റെ ആദ്യ ചിത്രത്തിന് ശേഷം ശ്രീ സലീം അഹമ്മദ് സംവിധാനം ചെയ്യുന്ന കുഞ്ഞനന്തന്റെ കട എന്ന ചിത്രം പ്രദർശനത്തിനെത്തുന്നു. ചിത്രത്തെക്കുറിച്ച് സംവിധായകൻ ശ്രീ സലീം അഹമ്മദ് സംസാരിക്കുന്നു. നമസ്കാരം സർ. നമസ്കാരം. പുതിയ ചിത്രം കുഞ്ഞനന്തന്റെ കട പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഈ ചിത്രം എന്താണ് പ്രേക്ഷകരോട് സംവദിക്കുവാൻ ആഗ്രഹിക്കുന്നത്? കുഞ്ഞനന്തന്റെ കട ഈ വരുന്ന ഓഗസ്റ്റ് 30 തിയേറ്ററുകളിൽ എത്തുകയാണ്. അപ്പം അബുവിനെ സംബന്ധിച്ചിടത്തോളം അബു കുറച്ച് ഫെസ്റ്റിവലുകൾ, നാഷണൽ അവാർഡ് എല്ലാം കഴിഞ്ഞിട്ടാണ് തിയേറ്ററിൽ എത്തിയത്. അപ്പം ആ ഒരു എന്താ പറയാ, ഈ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പേ ആ സിനിമയുടെ ഏകദേശം റിസൾട്ട് എനിക്ക് പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കാണാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ട്. ഇപ്പം കുഞ്ഞനന്തൻ നേരിട്ട് തിയേറ്ററിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. കുഞ്ഞനന്തൻ പറയുന്നത് കുഞ്ഞനന്തനും ഭാര്യ ചിത്രയും ജീവിതത്തിൽ പ്രണയിച്ച് വിവാഹം ചെയ്ത് കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പം പരസ്പരം ഒന്നിച്ചു പോവാൻ അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വന്നപ്പോൾ നമ്മൾ ഈ ചില ധാരണകൾ അല്ലെങ്കിൽ ചില കരാറുകൾ ഉണ്ടാക്കിയിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും കഥയാണ് കുഞ്ഞനന്തന്റെ കഥ. പലപ്പോഴും ഈ പുരസ്കാരങ്ങൾ നേടുന്ന സിനിമകൾ, അവാർഡ് സിനിമകൾ എല്ലാത്തരം പ്രേക്ഷകർക്കും ഒരുപോലെ ആസ്വദിക്കാൻ തക്കവണ്ണം അല്ല അവതരിപ്പിക്കപ്പെടാറുള്ളത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആദാമിന്റെ മകൻ അബു പോലുള്ള ചിത്രങ്ങൾ അതിന്റെ ഒരു അപവാദമാണ്. ഈ കുഞ്ഞനന്തന്റെ കട എന്ന ചിത്രം എല്ലാത്തരം പ്രേക്ഷകർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ ഒരുക്കിയിരിക്കുന്നത്? തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള ആളുകൾക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ റിയാലിറ്റിയുള്ള, വളരെ എന്താ പറയുക, ഒരുപാട് വലിയ കഥയൊന്നുമില്ല, വളരെ ചെറിയൊരു കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ് കുഞ്ഞനന്തന്റെ കഥ. അത് എല്ലാ രീതിയിലുള്ള ആളുകൾക്കും മനസ്സിലാവുന്ന അല്ലെങ്കിൽ രസിക്കാവുന്ന രീതിയിൽ തന്നെയാണ് കുഞ്ഞനന്തൻ ഒരുക്കിയിട്ടുള്ളത്. വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുവാനും അതുപോലെ പ്രേക്ഷക മനസ്സുകളിൽ എക്കാലവും നിലനിൽക്കുന്ന ചിത്രങ്ങളുടെ ഭാഗമാകുവാനും ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന മലയാളത്തിന്റെ മഹാനടൻ, നേടിയെടുത്ത പുരസ്കാരങ്ങളുടെ എണ്ണവും വലിപ്പവും കൊണ്ടും താൻ അനശ്വരമാക്കിയ കഥാപാത്രങ്ങളുടെ മേന്മ കൊണ്ടും നമ്മെ എക്കാലവും വിസ്മയിപ്പിക്കുന്ന മമ്മൂട്ടി എന്ന മഹാനായ നടനാണ് ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരിക്കും കുഞ്ഞനന്തൻ എന്ന് താങ്കൾ ഈ ചിത്രം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ പറയുകയുണ്ടായി. ഈ കഥാപാത്രത്തെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കുഞ്ഞനന്തൻ അയാൾ കുറെ പ്രത്യേക സ്വഭാവങ്ങളുള്ള ആളാണ്. അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളത് അയാളുടെ കടയോട് മാത്രം. അയാളുടെ അച്ഛൻ ഇരുന്ന കട, ഇപ്പൊ അയാൾ ജോലി ചെയ്യുന്ന കട, ആ കടയോട് മാത്രമേ അയാൾക്ക് ജീവിതത്തിൽ അറ്റാച്ച്മെന്റ് ഉള്ളൂ. അയാൾ വിചാരിച്ചിരിക്കുന്ന ഒരു ദിവസം അയാളുടെ കട തുറന്നിട്ടില്ലെങ്കിൽ ഈ വട്ടിപ്പുറം, അതായത് ഇയാൾ ജീവിക്കുന്ന അങ്ങാടിയിലെ മൊത്തം താളം തെറ്റെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മമ്മൂട്ടി കഥാപാത്രത്തോടെ എങ്ങനെ സമീപിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു വിശ്വാസം മമ്മൂക്കയുടെ മറ്റു സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ആക്ടിംഗ് പാറ്റേണാണ് മമ്മൂക്ക ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം പറയാൻ ഒരു ഇന്റർനാഷണൽ ആക്ടിംഗ് എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു തലത്തിലുള്ള അഭിനയമാണ് മമ്മൂക്ക ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിനോട് ചേർത്ത് ചോദിക്കുന്ന മറ്റൊരു കാര്യം, അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മമ്മൂക്ക പറയുകയുണ്ടായി, സംവിധായകൻ ശ്രീ രഞ്ജിത്തുമായിട്ടുള്ള ഒരു സംഭാഷണത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, തനിക്ക് മികച്ച കഥാപാത്രങ്ങൾ നൽകിക്കൊണ്ടിരുന്ന സംവിധായകർ, കഥാകൃത്തുക്കൾ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഒരുപക്ഷെ ഒരു നല്ല കഥാപാത്രങ്ങൾ ലഭിക്കാത്തതിലുള്ള ഒരു നിരാശ അതിൽ കൂടെ അദ്ദേഹം പ്രതിഫലിപ്പിക്കുന്നുണ്ടാകും. ഈ ഒരു സിനിമയുടെ ഭാഗമായി അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുള്ള ഒരു പിന്തുണ എത്രത്തോളം ഉണ്ടായിരുന്നു? അദ്ദേഹത്തെ പറയാമോ? തീർച്ചയായിട്ടും മമ്മൂക്കയുടെ ഭാഗത്തു നിന്നുള്ള ഒരു മികച്ച എന്താ പറയാ, ഒരു നല്ല സപ്പോർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ട്. കാരണം ഈ സിനിമ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഈ സിനിമ, മമ്മൂക്കയുടെ ഈ സബ്ജക്ട് പറഞ്ഞിട്ട് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഈ സിനിമ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഈ നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതായത് നമ്മുടെ മനസ്സിൽ മമ്മൂക്കയുടെ കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കുന്ന കുറെ നല്ല കഥാപാത്രങ്ങൾ, നമ്മളിപ്പോൾ വാത്സല്യ ആണെങ്കിലും തനിയാവർത്തനമാണെങ്കിലും രാപ്പകലാണെങ്കിലും അങ്ങനെയുള്ള കുറെ സിനിമകൾ മമ്മൂക്കാന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കുറെ കഥാപാത്രങ്ങളുണ്ട്. ആ തരത്തിലുള്ള കഥാപാത്രങ്ങൾ വന്നു പോയിട്ടൊരു കുറെ കാലമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുഞ്ഞനന്തനും ആ രീതിയിലുള്ളൊരു കഥാപാത്രമാണ്. അങ്ങനെയുള്ള കഥാപാത്രത്തെ മമ്മൂക്കയിൽ നിന്നും കാണാൻ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മമ്മൂക്കയുടെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളെല്ലാം സക്സസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു കുഞ്ഞനന്തന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജും അത് തന്നെയാണ്. അതുപോലെ ഈ ചിത്രത്തിൽ
പ്രതിഭാധനരായ നിരവധി വ്യക്തികൾ ഭാഗമാകുന്നുണ്ട്. ഇപ്പോൾ ശ്രീ റസൂൽ പൂക്കുട്ടി ആയാലും ശ്രീ മധു അമ്പട്ടായാലും. അപ്പോൾ ഇത്തരം വ്യക്തികളുടെ ഒരു സാന്നിധ്യം ഈ ചിത്രത്തിനെ എത്രത്തോളം സഹായകമായിട്ടുണ്ട്? ചിത്രത്തിന്റെ ഒരു ഔട്ട്പുട്ട് നല്ലതായി തീരുവാൻ എത്രത്തോളം ഇത്തരം വ്യക്തികളുടെ സാന്നിധ്യം സഹായിച്ചു? ഇതിപ്പം ഒന്ന് എന്റെ ആദ്യ സിനിമയുടെ നിന്നിരുന്ന ആളാണ് മധുസാർ. മധുസാറുടെ ക്യാമറ ഈ സിനിമയുടെ എന്താ പറയുക, ഈ സിനിമയുടെ വിജയത്തിന് ഒരു വലിയ ഘടകം. പിന്നെ മലയാള സിനിമയിൽ ഇതുവരെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ നിന്നും വ്യത്യസ്തമായൊരു ലൈവ് സൗണ്ട് റെക്കോർഡിങ്, അത് ഈ രീതിയിൽ മലയാളത്തിൽ ഇറങ്ങുന്ന ആദ്യത്തെ സിനിമ തന്നെയായിരിക്കും കുഞ്ഞിന്റെ കഥ. ഈ ഇത്തരം ഒരു പിന്നെ രീതിയിൽ മലയാളത്തിൽ ഇതുവരെ ഇതിനു മുമ്പ് ഒരു സിനിമ ചിത്രീകരിച്ചിട്ടില്ല. നമ്മൾ പല വിദേശ ഫെസ്റ്റിവലുകൾ പോകുമ്പോഴും വിദേശ സിനിമകൾ കാണുമ്പോഴും പലയിടത്ത് എത്തുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ശബ്ദമാണ്. അത് ഈ സിനിമയിൽ ഓവർകം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ പല ചിത്രങ്ങളും പുറത്തിറങ്ങി കഴിയുമ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുള്ള ഒരു പ്രതികരണം താങ്കൾ പ്രതീക്ഷിച്ച പോലെ അല്ല ആ സിനിമ വന്നത്. അതിപ്പോ കൊമേഴ്ഷ്യൽ സിനിമകളായാലും കലാപരമായിട്ടുള്ള ഔന്നിത്യം പുലർത്തുന്ന സിനിമകളായാലും താങ്കൾ എന്താണ് പ്രതീക്ഷിച്ചത്, അതിനൊത്ത് സിനിമ വന്നില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഈ ചിത്രം കാണാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകരോട് സംവിധായകൻ എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയുവാനുള്ളത്? ഈ സിനിമ ഒരിക്കലും നിങ്ങൾ നിരാശരാക്കില്ല. ഒരു എന്താ പറയാ, നിങ്ങൾ അബു കണ്ടിറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംതൃപ്തി ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. വളരെയധികം നന്ദി ഈ ചിത്രത്തെക്കുറിച്ച് സംസാരിച്ചതിന്. കുഞ്ഞനന്തന്റെ കട എന്ന ചിത്രം വലിയ വിജയമാകട്ടെ. നിരവധി അംഗീകാരങ്ങൾ ആ ചിത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.